ഹലോ കൂട്ടുകാരെ, നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ഏറ്റവും വിലപിടിപ്പുള്ള സമ്പാദ്യം എന്താണെന്ന് ചോദിച്ചാൽ അത് നമ്മുടെ ആരോഗ്യമാണ്. എന്നാൽ ജീവിതത്തിരക്കുകൾക്കിടയിൽ നമ്മൾ ഏറ്റവും കൂടുതൽ അവഗണിക്കുന്നതും ഇതേ ആരോഗ്യത്തെയാണ്. ഇന്ന് നമ്മുടെ ജീവിതശൈലിയിൽ നാം വരുത്തുന്ന നിസ്സാരമെന്നു തോന്നുന്ന പിഴവുകൾ എങ്ങനെയാണ് നമ്മുടെ ആയുസ്സിനെയും കുടുംബത്തിന്റെ ഭാവിയെയും തകിടം മറിക്കുന്നത് എന്നതിനെക്കുറിച്ച് അതീവ ഗൗരവമേറിയ ചില യാഥാർത്ഥ്യങ്ങളാണ് എനിക്ക് നിങ്ങളോട് പങ്കുവെക്കാനുള്ളത്. നമ്മുടെ ആന്തരിക അവയവങ്ങളുടെ അവസ്ഥയെക്കുറിച്ച് ഇപ്പോൾ ലഭിക്കുന്ന വിവരങ്ങൾ ഒട്ടും ശുഭസൂചകമല്ല. ആധുനിക ഭക്ഷണരീതിയിലെ മാരക വിപത്തുകളായ അമിത പഞ്ചസാരയും ശുദ്ധീകരിച്ച കൊഴുപ്പും നമ്മുടെ ശരീരത്തെ പതുക്കെ ഒരു നിശബ്ദ കൊലയാളിയെപ്പോലെ വേട്ടയാടുകയാണ്. കേവലം രുചിക്കുവേണ്ടി നമ്മൾ അകത്താക്കുന്ന മധുരപാനീയങ്ങളും കൊഴുപ്പേറിയ ഭക്ഷണങ്ങളും നമ്മുടെ ശരീരത്തിലെ ഉപാപചയ പ്രവർത്തനങ്ങളെ പൂർണ്ണമായും താളം തിരിക്കുന്നു. അമിതമായ ഭക്ഷണശീലവും വ്യായാമമില്ലായ്മയും മൂലം ശരീരം അനിയന്ത്രിതമായി തടിക്കുകയും ആന്തരിക അവയവങ്ങളിൽ കൊഴുപ്പ് അടിഞ്ഞുകൂടുകയും ചെയ്യുമ്പോൾ നമ്മുടെ ശരീരത്തിനകത്ത് സംഭവിക്കുന്ന മാറ്റങ്ങൾ ദാരുണമാണ്. പ്രത്യേകിച്ച് നമ്മുടെ ഈ രക്തക്കുഴലുകളിലേക്ക് ഒന്ന് നോക്കുക. രക്തം തടസ്സമില്ലാതെ ഒഴുകേണ്ട ഈ ജീവധമനികളിലൂടെ നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിലെ വിഷാംശങ്ങളും കൊഴുപ്പും ഇതുപോലെ പാളികളായി അടിഞ്ഞുകൂടുകയാണ്. രക്തപ്രവാഹം നിലയ്ക്കുന്നത് കണ്ടോ? ഇതിനോടൊപ്പം പുകവലി എന്ന മാരകമായ ശീലം കൂടി ചേരുമ്പോൾ സ്ഥിതി നിയന്ത്രണാതീതമാകുന്നു. നമ്മൾ ശ്വസിക്കുന്ന ആ ഓരോ പുകയും നമ്മുടെ രക്തക്കുഴലുകളുടെ ഭിത്തികളെ നശിപ്പിക്കുകയും ഹൃദയത്തിലേക്കുള്ള ഓക്സിജൻ പ്രവാഹം ഇല്ലാതാക്കുകയും ചെയ്യുന്നു. ഒരു വശത്ത് കൊഴുപ്പ് വഴി തടയുമ്പോൾ മറുവശത്ത് പുകവലി ആ പാതയെ പൂർണ്ണമായും തകർക്കുന്നു. ഇതിന്റെ പരിണതഫലമാണ് ഇന്ന് യുവതലമുറയിൽ കണ്ടുവരുന്ന അപ്രതീക്ഷിതമായ ഹൃദയാഘാതങ്ങളും മരണങ്ങളും. നമ്മുടെ വൃക്കകളുടെയും ശ്വാസകോശത്തിന്റെയും സ്ഥിതിയും സമാനമാണ്. ശരീരത്തിലെ മാലിന്യങ്ങളെ ശുദ്ധീകരിക്കേണ്ട ഈ സുപ്രധാന അവയവങ്ങൾ അമിതമായ മസാലകളും പഞ്ചസാരയും രാസവസ്തുക്കളും കാരണം പതുക്കെ പ്രവർത്തനരഹിതമായി മാറുന്നു. വൃക്ക തകരാറിലായി ഡയാലിസിസ് യൂണിറ്റുകളിൽ തീരാവേദന അനുഭവിക്കുന്നവരുടെ വിലാപങ്ങൾ പലപ്പോഴും നമ്മുടെ കാതുകളിൽ എത്തുന്നില്ല. അമിതമായി ഭക്ഷണം കഴിച്ച് ശരീരം തളർന്ന് സാധാരണ നിലയിൽ ഒരു ചുവടുവെക്കാൻ പോലും പ്രയാസപ്പെടുന്ന അവസ്ഥയെക്കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോ? രോഗം മൂർച്ഛിച്ച് ഒരു അത്യാഹിത വിഭാഗത്തിലേക്ക് ഓടേണ്ടി വരുമ്പോഴോ, മരുന്നുകൾക്കും ചികിത്സയ്ക്കും വേണ്ടി കഷ്ടപ്പെട്ട് സമ്പാദിച്ചതെല്ലാം ചിലവാക്കേണ്ടി വരുമ്പോഴോ ആണ് നാം ആരോഗ്യത്തിന്റെ വില തിരിച്ചറിയുന്നത്. അന്ന് നമ്മൾ ആസ്വദിച്ച ഭക്ഷണങ്ങളോ ലഹരികളോ ഒന്നും നമ്മെ രക്ഷിക്കാൻ ഉണ്ടാവില്ല. സുഹൃത്തുക്കളെ, വൈകിയിട്ടില്ല. നമുക്ക് ഇനിയും തിരിച്ചു നടക്കാം. നമ്മുടെ തനതായ നാടൻ ഭക്ഷണരീതികളിലേക്ക് നാം മടങ്ങേണ്ടിയിരിക്കുന്നു. പ്രകൃതിദത്തമായ പച്ചക്കറികൾ, പഴങ്ങൾ, വെളുത്തുള്ളി, ഇഞ്ചി തുടങ്ങിയ ഔഷധഗുണമുള്ള ഭക്ഷണങ്ങൾ നമ്മുടെ ആഹാരക്രമത്തിന്റെ ഭാഗമാക്കുക. വെളുത്തുള്ളി രക്തത്തിലെ കൊഴുപ്പിനെ നിർവീര്യമാക്കാൻ സഹായിക്കുന്ന അത്ഭുതകരമായ ഘടകമാണ്. ധാരാളം വെള്ളം കുടിക്കുകയും കൃത്യമായ വ്യായാമം ശീലമാക്കുകയും ചെയ്യുക. ആരോഗ്യവാനായിരിക്കുക എന്നത് ഒരു തിരഞ്ഞെടുപ്പല്ല, മറിച്ച് നമ്മുടെ ഉത്തരവാദിത്തമാണ്. ഒരു രോഗിയായി അവശത അനുഭവിച്ച് ശിഷ്ടകാലം തള്ളിനീക്കാനല്ല നമ്മൾ ഇത്രയും കാലം അധ്വാനിച്ചത്. ഓർക്കുക, നിങ്ങളുടെ ആരോഗ്യം എന്നത് നിങ്ങളുടെ വ്യക്തിപരമായ കാര്യം മാത്രമല്ല, അത് നിങ്ങളെ സ്നേഹിക്കുന്ന നിങ്ങളുടെ കുടുംബത്തിന്റെ സുരക്ഷിതത്വം കൂടിയാണ്. അസുഖങ്ങൾ വന്ന് ചികിത്സിക്കുന്നതിനേക്കാൾ ബുദ്ധി അവ വരാതെ സൂക്ഷിക്കുന്നതാണ്. പുകവലി എന്ന വിപത്തിനെ പൂർണ്ണമായും ഉപേക്ഷിക്കുക. പഞ്ചസാരയുടെയും കൊഴുപ്പിന്റെയും ഉപയോഗം കർശനമായി നിയന്ത്രിക്കുക. വിവേകപൂർണമായ ഒരു ജീവിതശൈലിയിലൂടെ നമ്മുടെ ആയുസ്സും ഊർജ്ജസ്വലതയും നമുക്ക് തിരിച്ചുപിടിക്കാം. ഈ കാര്യങ്ങൾ നിങ്ങളുടെ ചിന്തകളെ ഉണർത്തട്ടെ. ആരോഗ്യപൂർണമായ ഒരു ഭാവിക്കുവേണ്ടി ഇന്നുതന്നെ ഒരു മാറ്റത്തിന് തുടക്കം കുറിക്കാം. നന്ദി.